തള്ളേ ലെഫ്റ്റ് റോക്സ് ടിവി ടവർ. എന്റെ അമ്മോ, അത് കണ്ടോ അതിന്റെ ഇടയ്ക്ക്? വണ്ടി ഇവിടെ ഒതുക്കിടാ. വണ്ടി ഇവിടെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കട്ടെ, ഞാൻ എല്ലാരും കാണിച്ചു കൊടുക്കട്ടെ. ടിവി ടവർ. എന്റെ എടേ തള്ളേ. ഇവിടെ ഇറങ്ങിയിട്ട് അടിയാ. നമ്മുടെ ഫ്രണ്ടിലോട്ട് എന്നെ കയറ്റി വിടുന്നില്ല. മൈൽസ് ഫ്രണ്ടിൽ നിക്കണം. മൈൽസ് തീർച്ചയായിട്ടാ. നീ പറയണ്ട കേക്കത്തില്ലെന്ന്. ഞാൻ വീട്ടിൽ മാറ്റി വെച്ചെന്ന് പറയാനാണ്. കേക്കത്തില്ലടാ. എല്ലാരും ഒന്ന് ചില്ലാവോ. ഇതെന്താണ്? വ്രോക്സ് സേക്കൻ എക്സ് ടിവിയെ മാർവൽ കസ്റ്റം സിൻസ് 2K23. സേക്കന് വ്രോക്സ് കോഡ് ഗോസ്റ്റ്. ഓ സെറ്റ്. എങ്ങോട്ടാ ഇതേതാ വഴി? എങ്ങോട്ടാ? നമ്മുടെ ഇതുവരെയുള്ള എല്ലാ ഡ്രസ്സും ഇങ്ങോട്ട് നോക്കിയേ. എന്റെ പൊന്ന് ഫസ്റ്റ് ഡ്രസ് മാറിയത്. അത് ഡിസിനെ അടിച്ചിരുന്ന ടൈമിലുള്ള ഡ്രസ്. ഓ ഇത് എന്റെ പൊന്നോ. ഡേറ്റ് നോക്കടാ. TV ഗോഡ്സില്ല 15 നവംബർ 2023. നോക്കട്ടെ. ഇടിവണ്ടി 15 നവംബർ 2023. TV ഗോൾഡ്. ഈ സാധനം വെൻസെക്സ് 20 മെയ് 2020. കമാച്ചു 20 സെപ്റ്റംബർ 2020. എന്റെ പൊന്നോ. ബുള്ളറ്റിന്റെ ഹെലി. ഫസ്റ്റിലത്തെ ആദ്യത്തെ ബുള്ളറ്റിന്റെ ഹെലി. എന്റെ അമ്മ എന്തിനു ചെയ്ത് വെച്ചിരിക്കണ അവര്. ഇവിടെ കണ്ടളിയാ. എന്റെ അമ്മോ. റിബലെ സരക്കെ ഇത് നോക്കിയേ. നമ്മുടെ ഈ ലെഫ്റ്റിന്ന് റൈറ്റിലോട്ട് നോക്കിയ വണ്ടിയുടെ ചേഞ്ച് വെച്ച് മാത്രം നമ്മുടെ ഗ്രാഫ് പറയാൻ പറ്റും. നോക്ക് ഇവിടെ തുടങ്ങി നമ്മള്. സത്യളിയാ. ഒരു ലിവറി പോലും ഇല്ലാത്ത ഇൻഗെയിം വണ്ടിയിൽ തുടങ്ങിയിട്ടേ അത് എവിടെ നിന്നേ നോക്കത്. നമ്മളിവിടെ അന്നൊന്നുകൂടെ പോയിട്ട് നമ്മളിവിടെ നമ്മളെല്ലാം കൂടി കറക്റ്റ് കണ്ടില്ലെങ്കിൽ നോക്ക് ഗൈസ്, നിങ്ങളെ കൂടെ എനിക്ക് കാണിച്ചു തരാം കേട്ടാ. അത് കണ്ട കമാച്ചില് തുടങ്ങി എന്റെ വെൻസെക്സ്. അവിടുന്ന് നമ്മുടെ ആദ്യത്തെ ഗ്യാങ് വണ്ടി. ഇന്നതാ ഇത്. എന്റെ പൊന്നോ. മ്യൂസിയം അല്ലേ? മ്യൂസിയം ഉണ്ടാക്കി വെച്ചേക്കണോ റോക്സ് എല്ലാവരുടെ. എന്റെ പൊന്നോ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും മിസ് ചെയ്യണ വണ്ടി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ വണ്ടിയുടെ ബാക്ക് വശം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതാ ഇവിടെ ഒരു ഇത് അകത്ത് കയറാനൊന്നും പറ്റില്ല കേട്ടാ. എല്ലാം അടിക്കത്. ഇത് റയർ പീസാണ്.
ഈ ടവർ ഇല്ല ബ്രോ, സ്വർഗരാജ്യത്തിൽ ഈ ടവർ കൊണ്ടുവരാൻ പറ്റൂല ബ്രോ. അവർക്ക് ഭയങ്കര ലോഡായിരിക്കും ബ്രോ. കാരണം അത് നമ്മുടെ സിറ്റി അല്ല അത്. സത്യോടെ വീഡിയോ എടുക്കണോടാ. വിഷയം കേട്ടോ, വിഷയം സാധനം. വാ അടുത്ത ഓക്കെ വരട്ടെ. എടാ ഇതെന്റെ എടാ ഈ വണ്ടി എന്ന് പറഞ്ഞുണ്ടല്ലോ, ഇതെന്റെ മുതല് വണ്ടി. എടാ പറ സരക്കണ്ണ് കുറച്ചായിട്ട് ഒരു സാധനം പണിഞ്ഞോണ്ടിരിക്കുവായിരുന്നു ബ്ലണ്ടറിൽ പുറത്ത്. എന്തുവാ കേട്ടില്ല? ഇവിടെ വെച്ച് കൊടുക്കും. സരക്കണ്ണേ ഞാൻ സൈക്കിളൊക്കെ ഒരു സാധനം പുറത്ത് ബ്ലണ്ടറിൽ പണിയായിരുന്നു കുറച്ച് നാളായിട്ട്. ഇവിടെ വെച്ച് കൊടുക്കാനാണ് പ്ലാൻ. ഓ സെറ്റ് എല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അണ്ണന് വണ്ടി കാണുമ്പോ മനസ്സിലാവും ഏത് വണ്ടിയാണെന്ന്. ഈ വണ്ടിക്ക് ഒരു പ്രത്യേക കൊറേ ഇതുണ്ട് ഗൈസ്, കൊറേ സ്റ്റോറി ഉണ്ട് ഈ വണ്ടിക്ക്. പിന്നെ അല്ലാതെ എടാ ഞാനിത് കഴിഞ്ഞ ദിവസം കൂടെ പറഞ്ഞതേ ഉള്ളൂ ഈ വണ്ടി എനിക്ക് ഇവിടെ കൊണ്ടുതരണമെന്ന്. ഈ ബെൻസെക്സ് എനിക്ക് നല്ല രീതിയിൽ ഇതെനിക്ക് രണ്ടാമത് തന്നെ. ഈ വണ്ടിക്ക് ഒരു പ്രശ്നമുണ്ടടാ, ഇതിന്റെ ബാക്ക് വശം മാത്രം ഇളകി വരും. അതറിയാമോ നിനക്ക്? രണ്ടും ഇടി കിട്ടുമ്പോഴേ ഇതിന്റെ ബാക്കിലത്തെ മഞ്ഞ പോഷൻ മാത്രം ഇളകി വരും. അതാണ് ഈ വണ്ടിയുടെ ബഗ്. ആ ഒരു സാധനം ഫിക്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ. എടാ ഇത് വിഷയോടാ. എടാ ഈ വൈമാപ്പ് ഒരിക്കലും കളയല്ലേ കേട്ടാ. എടാ ഇതെനിക്ക് തരണേ. എടാ ഇത് ഡെവലപ്മെന്റ് ഫുൾ ആര്? റോക്സ് ഒറ്റയ്ക്കാണോ ഇതെല്ലാം ചെയ്തേക്കുന്നേ? പിന്നെ ടോണി അല്ല വണ്ടിയെല്ലാം ചോദിക്കുന്നത് ഈ വൈമാപ്പ് ഇതെല്ലാം. എന്റെ പൊന്നോ, റോക്സ് എന്തിന് ചെയ്തു വെച്ചിരിക്കണ റോക്സ്? ഇത് കഴിഞ്ഞിട്ടല്ല ബ്രോ, ഇനിയുണ്ട്. അയ്യോ ഇങ്ങനെ പറയല്ലേ എനിക്കത് കേൾക്കുമ്പോ തന്നെ ഞാൻ എക്സൈറ്റഡ് ആവണ. എടാ ആ ഡ്രസ്സിന്റെ ഭാഗം തുറന്നു തരുമോ? ഞാനത് ഒറ്റയ്ക്ക് ആൾക്കാരെ ഇവരൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തോട്ടെ ഒന്ന്. ഏതാ ബ്രോ ഈ ഡ്രസ്? നിങ്ങൾ കാണ്. നമ്മൾ ഇവിടെ തുടങ്ങിയതാണ് കേട്ടാ രണ്ടാമത്തെ ഡ്രസ്. ഇതായിരുന്നു നമ്മൾ DC ഒക്കെ അടിച്ച സമയത്ത് ഇട്ടിരുന്ന ഡ്രസ് അതാണ്. പക്ഷെ എനിക്ക് കമ്പാരിറ്റീവ്ലി ഒട്ടും ഇഷ്ടമല്ലാതിരുന്ന ഗ്യാങ് വണ്ടി കളർ എന്ന് പറഞ്ഞാൽ ഈ മഞ്ഞയായിരുന്നു. ഈ മഞ്ഞ കളർ വണ്ടി എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അതൊരു ഒരു മോശ സാധനമായിരുന്നു ഞങ്ങൾക്കത്. പക്ഷെ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇതാണടേ. ഇതാണ് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ്, പറയാതിരിക്കാൻ വയ്യാട്ടാ. ഇതെന്റെ ഓൾ ടൈം ഫേവറേറ്റ് ഡ്രസ്സാണ്. ഇത് വണ്ടി വിഷയം സാധനമായിരുന്നു. ഇത് ലാസ്റ്റ് ഇത് ഹുഡിയും നമ്മുടെ. പക്ഷെ ഇത് നമ്മുടെ ഗ്യാങ് ഹൗസിൽ ഒരു TV മ്യൂസിയം വെച്ച് സെറ്റ് ചെയ്യും. ഇത് ചോദിക്കട്ടെ, ഇത് അതോടെ വിളിച്ചില്ല. ചന്ദ്ര ബാക്കിൽ ക്യൂ നിൽക്കി. നിന്നെ അടിക്കും ആരെന്നുള്ളത് തന്നെ അടിക്കും. സൂക്ഷിച്ചു പോണേ. തുറന്നിട്ടില്ല. പാമ്പല്ല, വേറൊരു സാധനം ഉണ്ട്. രായൻ പറഞ്ഞു, രായന്റെ പോയിട്ടാ അത്ര വിശ്വാസമായിരുന്നില്ല. ആര് കേറി നോക്കണം എന്നുള്ളൊരു വാശിയായിരുന്നു. ആള് പോയി. നമുക്ക് നാളെയൊക്കെയല്ലേ മറ്റേ ബാലരമ സത്യം. നമ്മള് മറ്റേ പണ്ട് ഒഴികലാറ്റി പോയിട്ട് കയറുമ്പോഴത്തേക്ക് പേടിച്ചു പോടാൻ അവസ്ഥ. ഒമ്മാതെ സാരം
എന്റെ ആളിയാ. എന്റെ പള്ളി ബാലരമൊക്കെ ഇത് ബാബു. ചന്ദ്രൻ ദേ ഇവിടെ എന്തിനു പണിത് വെച്ചിരിക്കണേ ഇവന്മാര്? ആളിയാ എന്തൊരു സാധനല്ലേ തുറക്കാനാണ് ആള് പറഞ്ഞ ആള് പറഞ്ഞു ഗുലാനേടേ എന്തിനു പണിത് വെച്ചിരിക്കണേ നിങ്ങൾക്ക്? ഇതൊക്കെ റോക്ക് സെക്സ് രായണ്ണൻ. എന്റെ അമ്മോ അത് ഐഡിയ ഗുലാനെ റോള് വന്നില്ലല്ലേ, ഒരു മിനിറ്റ്. സാധനം അമൽ ബ്രോ പറഞ്ഞു. പിള്ളേര് കൊണ്ടുവരുന്ന എന്റെ പൊന്നോ. അങ്ങോട്ടേക്ക് ബാക്കിലോട്ട് അണ്ണേരി വാസനേരി ഇതെങ്ങനെ ഇരിക്കണ ജയാ? ജെ അടിച്ചാലും മതി, അല്ല സിറ്റ് അടിക്കണേക്ക് നല്ലത്. കാരണം ചിലപ്പോ കണ്ണ് ഇതാവും, നമ്മളെ ഇതാവും. സരക്കെ തറയിൽ തറയുന്ന കാണുന്ന രസം വേറെ കണ്ടുവിട്ട് തറയുന്നതാണ് തീരെ മറ്റേ ടിവിയിൽ ക്രിക്കറ്റ് ഒക്കെ എനിക്ക് ജീപ്പിൽ 5 രൂപ ക്യാഷ് ബാക്ക് കിട്ടിയേട്ടാ. ഗ്ലാസ് മാറ്റുന്നത് എങ്ങനെയാടാ? വൈ അടിച്ചിട്ട് വരുന്നില്ലടാ ഗ്ലാസ്. ഗ്ലാസ് മാറ്റാൻ പറ്റുന്നില്ലേ? ഇല്ല ഗ്ലാസ് എന്ന് അടിച്ചേ. അടിച്ച് തിരിച്ചു കളഞ്ഞ് മോന്ത അടക്കം. ജെ അടിച്ചിട്ട് ഇപ്പൊ ഇരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇപ്പൊ ഇരിക്കാൻ പറ്റുന്നില്ല. അല്ല സ്വിച്ച് അതെന്ത് സാധനോടാ വന്നേ? എന്റെ അമ്മച്ചി. ഇപ്പോഴാണ് ഈ ടീമിന്റെ എനിക്ക് പിടി കിട്ടിയത് കേട്ടാ.
സാധനം ഇത് അത് എന്ത് വണ്ടിയാ ചെറിയൊരു ട്രെയിലറാണ് ചെറിയ ട്രെയിലറാണ് ഇതിന്റെ ഫുള്ള് വീഡിയോ സുനിയുടെ ചാനൽ വരുന്നതായിരിക്കും എടാ എന്റെ ആളിയ ഞാൻ എന്തിനു പറയാ അത് എന്ത് എനിക്ക് ഇപ്പോഴാണ് എനിക്ക് ഇപ്പോഴാണ് നിങ്ങൾ ഈ കളർ കോംബോ ഇതിന് സെലക്ട് ചെയ്തത്. ഈ തിയേറ്ററിന്റെ ഒക്കെ കളർ കോംബോയോ ആ ഡ്രസ്സോ ആ വണ്ടിയും കൂടെ എന്തിനാടാ ചെയ്തു വെച്ചിരിക്കുന്നേ? എന്റെ പൊന്നോ, അത് എന്ത് വണ്ടിയത്? ഓ മാത്രല്ല എന്റെ എല്ലാം പൊങ്ങി. എന്താ സ്പേസ് ഉണ്ടോ? സ്പേസ് ഉണ്ടോ? അടുപ്പിച്ച് സ്പേസ് ഇട്ടിട്ട് ഇറ്റ്സ് ടി വി ബിച്ചസ് എന്നോ? ഇറ്റ്സ് ടി വി ബി നിന്നല്ലേ എന്റെ പൊന്നോ, അത് കണ്ട ബാനർ നോക്കണം, ബാനർ ബാനർ ഓസി ബാനർ ടീഞ്ഞക്ക് ഒന്നോടെ ഇടാ, അത് പെട്ടെന്ന് ഇത് വിഷയാള് അതെന്തൊരു ബാനർ അത്. എല്ലാരും റെഡി അല്ലേ? എല്ലാരും തന്നെ നോക്കണം. എന്റെ അടുത്ത് തന്നെ ഉണ്ടെന്ന് വിചാരിച്ചോണം. അവിടെ ഉണ്ട് ഈ ബാക്കി എന്റെ കൂടെ ആണ്. നമുക്ക് വേണ്ടി അതിനാണോ ചോദിക്കണേ? കസ്റ്റം ഇമോട്ട് ബൈ കോഡ്. എന്റെ അളിയ നമുക്ക് കസ്റ്റം ഇമോട്ടായി. എന്റെ പൊന്നോ, എങ്ങനെയുണ്ട്? 44. ഓ എടാ ബാക്കിൽ നോക്കണ്ട, തക്കടോ അത് കറങ്ങണ കണ്ട നമ്മുടെ എന്റെ ദേഹത്ത് കിടന്ന് തക്കടോ കറങ്ങണ കണ്ട. നിലത്തിറങ്ങണ എടാ ഇത് എന്താ നമ്മുടെ ഗ്യാങ്സ്റ്റർ എഴുതിക്കണ കുലാനെ? ഈ ഫ്രണ്ടിൽ എഴുതിക്കണ എന്തുവാണ് ഇതിന്റെ മീനിങ്? എന്റെ ചുറ്റും തക്കടോ എഴുതിയിരിക്കുന്നില്ലേ വേറെ ലാംഗ്വേജില്? നിങ്ങൾ ആരും മനസ്സിലാക്കേണ്ടത് കുറെ കഴിയുമ്പോ എന്താണ് നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കും. ഞാൻ പറഞ്ഞുതരാം ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. നമുക്ക് ചുറ്റും ചക്കുടുവാ എഴുതി കാണിക്കോടാ. അത് ബാക്കിയുള്ളവർ എല്ലാം പറഞ്ഞിട്ട് നമുക്ക് എണീക്കടാ. ഇനി എല്ലാ ഈ ചെയ്തവരെല്ലാം അമലെ തുറന്നു, ഈ ഡോർ കൂടെ തുറന്നു. വണ്ടി നോക്ക് നിങ്ങൾ, ഈ വണ്ടി നോക്ക്. ഞാൻ വേറൊന്നും പറയണില്ല നിങ്ങളോട്, ഈ വണ്ടി നോക്ക് നിങ്ങള്. ഇതാണ് വണ്ടി നമ്മളറിയാലോ. എന്റെ പൊന്നാളിയ എന്തൊരു ചെയ്യും. എല്ലാരും കണ്ടു കഴിഞ്ഞോ? അതിന്റെ ലോക്ക്ഡൗൺ അല്ലേ? എങ്ങോട്ടാ? സോറി സ്വാമി. ഇങ്ങോട്ടാ അപ്പൊ നിങ്ങൾ ഫ്രണ്ടിലോട്ട് വന്നോ. വണ്ടി എനിക്ക് താടാതെ നിങ്ങൾക്ക് കാർണേജ് കേൾക്കുമ്പോ എന്തെങ്കിലും മനസ്സിൽ കിടന്നുണ്ടോ?
ആ കാരണം നമ്മളെ വണ്ടി ഒരു മിനിറ്റ് തുറക്കല്ലേ അല്ലല്ല, പറയട്ടെ. അത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അതാ പേര്? ആ സ്പൈഡർമാൻ അല്ലേ? വെനത്തിന്റെ ബ്രദർ. അതിന് അകത്തോട്ട് ഇറങ്ങ്. ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. കേരള ഒരു സംഭവം സെറ്റ്. ബ്ലാക്ക് ഔട്ട് അടിച്ചോ ബ്ലാക്ക് ഔട്ട് അടിച്ചാലോ ബ്ലാക്ക് ഔട്ട് അടി ഇല്ല അത് മനസ്സിലാവും അത് കേറുമ്പോഴേ മനസ്സിലാവും ഒന്ന് വെയിറ്റ് ആക്കണേ. ഒന്ന് വെയിറ്റ് ആക്കണം എന്താണ് ബാക്കിൽ ഇമോട്ടൽ? We are Venom. Powerful peoples come from power. ഇത് വേറെ ഡോർ വന്നു എന്റെ അമ്മോ! ബ്ലാക്ക് ഔട്ട് ഒരു സംഭവം ഉണ്ട്. ഫ്രണ്ടോട്ട് കയറല്ലേ അപ്പപ്പോ! അതിന്റെ ബേക്കിൽ വെക്ക്. എന്തായാലും നോക്ക്. എന്റെ ആളിയാ! Guys, എടാ സരക്ക് ഈ വണ്ടി നോക്കടാ സരക്ക്. ഇതിന്റെ ഹൈറ്റ് ഇത് എന്ത് വണ്ടി ഇത്? വണ്ടിയുടെ വലിപ്പം നോക്ക് നൈസ് കേട്ടോ. ആ ബേക്കിലത്തെ സ്ക്വയർ ട്രാൻസ്ഫോർമർ ആയത്. കൊള്ളാം എടാ എന്തിനാണ് ഇവര് ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കണേ? വള്ളി പിടിച്ചാലുണ്ടല്ലോ അതിന്റെ വിചാരമുള്ള ഈ വണ്ടി വെച്ച് നീ വെള്ളി പിടിക്കണ്ട അതിന്റെ ആ ഇവിടെ കേറാക്കൂല നിങ്ങൾക്ക് ടെസ്റ്റ് പുറത്തു തരാം. വെന സ്പൈഡർമാന്റെ ആളാണോ? Guys, ഇതിന്റെ ബാക്ക് വശമൊക്കെ എടാ കൈയിട്ടില്ല. നമ്മളെ ഹെലി കാണണം സത്യം. ഇനി ഇതിൽ കൂടുതൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്നും പറയണില്ല ഗൈസ് കേട്ടാ. ഇതിൽ കൂടുതൽ ഞാൻ ഒന്നും പറയണില്ലേ. ബാക്കി നിങ്ങൾ ജഡ്ജ് ചെയ്താൽ മതി. നിങ്ങൾ ജഡ്ജ് ചെയ്താൽ മതി. ഞാൻ ഇതിൽ കൂടുതൽ ഒന്നും പറയില്ല. വരുന്നടാ രായൻ ഇത്രയും നിങ്ങളുടെ അടുത്ത് പറഞ്ഞെങ്കിൽ കുറച്ച് ഒരു മിനിറ്റ് റെഡി ആക്കല്ലേ? ഓക്കെ തുടങ്ങിയോ തുറന്നു എടാ ആ വെനത്തിന്റെ ഫേസ് പോലുണ്ടാ ഫ്രണ്ട് വശം. ചുറ്റിനും നോക്ക്, ഓരോ ഫോട്ടോ ഒക്കെ നോക്ക്. സത്യം ചിറക് നോക്കുന്ന പോലല്ലേ. അതവൻ ഡിസേർവ്ഡ് ആണ്. അതവൻ ഡിസേർവ്ഡ് അത്. നമ്മുടെ ഒരു ഹെലിക്കകത്ത് അവന്റെ പേര് വരണമെങ്കിൽ അവൻ എന്ത് കിടിലുമായിരിക്കും അല്ലേ. ഇനാക്റ്റീവ് ആയിട്ട് പോലും അവന്റെ പേരിനകത്ത് വരണമെങ്കിൽ അവൻ ഉണ്ടാക്കിയ റേഞ്ച് എന്റെ ആളിയാ. എന്റെ അമ്മ ബുള്ളറ്റ് എന്ന് ഈ കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇതിന്റെയൊക്കെ ഹൈറ്റ് നോക്കി ഇത് കണ്ടോ? നേരത്തെ പോയ സ്റ്റേജിലൊന്നും അവൻ എങ്ങനെ ഈ പണി ഇട്ടല്ലേ? സത്യയുടെ രായം വേണമായിരുന്നടാ രായം അവൻ വേണം. ഈ വണ്ടി ബിൽഡ് ചെയ്തേക്കുന്നത് നമ്മള് ഡെത്ത് റേസ് മൂവി ഇൻസ്പയർഡ് ആയിട്ടാണ്. ആ ഇതല്ലേ ഇപ്പൊ ഇപ്പഴത്തെ മള്ളി ഇപ്പഴത്തെ വണ്ടി ആ എന്റെ അമ്മച്ചി! അല്ല കയ്യില്ല. സർപ്രൈസ് നമുക്ക് ആ ഹോണൊന്നും അടിച്ചാണോ? എവിടെ? ഈയോ ആ ഈ നീ ഞെക്കി പിടിക്കണോ? ഒരാളെ പിടി. എന്റെ ആളിയ വണ്ടി അകത്തുണ്ടാ നോക്കട്ടെ. നോക്കിയാ പറ്റുമോ? എന്റെ അപ്പോ ഒന്ന് ഈ ടാപ്പ് ചെയ്താണോ? ഈ ടാപ്പ് ചെയ്യുമ്പോ ഒന്നും വരുന്നില്ല. ഓ ബാക്ക് ലൈറ്റ് അല്ലേ? നമ്മളെ വണ്ടി സെർവറിൽ കയറുന്നതിന്റെ കൂടെ തന്നെ എല്ലാവരുടെ റേഞ്ചും കയറുന്നതായിരിക്കും. എന്റെ അമ്മോ. കണ്ട് ഇത് എന്തിന് എടാ ഇത് ജസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് മാറിയടാ. ഫ്രണ്ടിൽ നിന്ന് മാറ്റിയടാ. ഫ്രണ്ടിൽ നിന്ന് മാറി. ആ വണ്ടി
എടാ ബാക്കിലത്തെ ബോക്സ് നോക്കിക്കോ. ഇത് എന്ത് വണ്ടിയാണ് ഇത്? കൊടുക്കുമ്പോ വേണ്ടോ എടാ, അത് കണ്ടോ? RPM അനുസരിച്ച് ബാർ കേറണേ. ഗയ്സ്, അത് കണ്ടോ നിങ്ങള്? കാര്യം പറയാം, ഹൈനൊക്കെ ലിസ്റ്റ് ആണ്, ഒരു രക്ഷയില്ല, അടിപൊളി. എടാ, എനിക്കൊരു ഹൈന വേണം, എനിക്കൊരു ഹൈന വേണം ഈ കാർ. പക്ഷെ ഇത് വാറില് ഭയങ്കര വിസിബിലിറ്റി ആയിരിക്കും കേട്ടാ. ഒരു കാര്യമില്ല വണ്ടി ഇത് കേട്ടോ. ഹോൺ അളിയാ, ഇത് സൗണ്ട് കൂട്ടണോ കുറച്ചുകൂടെ? അതാ ഇതിന് സൗണ്ട് കൂട്ടണം. ഇതിന്റെ സൗണ്ട് കൂട്ടണം ഹോണിന്റെ. ആൾക്ക് നോക്കിൽ എടാ ആരെങ്കിലും ഇങ്ങോട്ടൊന്ന് വരുവോടാ? 802 സിറ്റിയില് ഗ്ലോ ഉണ്ട്, പക്ഷെ വേറെ ഇതുണ്ട്. ഫുൾ ഗ്രാഫിക്സില് മാറ്റ് ഇട്ട ഇത് സെക്സി ഫുൾ മാറ്റ് അടിച്ച സെക്സി. അല്ല, സിറ്റിയിൽ ഗ്ലോ കിട്ടൂല നമുക്ക്, അത് മാത്രം അറിഞ്ഞാൽ ഗ്ലാസ് ആയത്. ഇതാണ് പക്ക ഇടിവണ്ടി. എന്റെ ആളിയാ, ഇത് എന്തൊരു കിടിലം ഈ വണ്ടി സ്റ്റീവേ. എനിക്ക് വേണം. ഇനിയാണ് വേറെ ഒരു മൂടായത്. കണ്ടന്റിലൊക്കെ കാണാൻ എന്ത് രസമായിരിക്കും അറിയോ വണ്ടി. പ്രത്യേകിച്ച് സുനിമോന്റെ മറ്റേ ഷോർട്ടെക്സിന്റെ ഒക്കെ മറ്റേ സിനിമാറ്റിക്സിൽ കാണാൻ ഭയങ്കര രസമായിരിക്കും കേട്ടോ. കേട്ടില്ല എടാ, ഈ ഒരു ഇതിന്റെ ഹാൻഡിലിംഗ് ഒക്കെ നല്ല രീതിയിൽ കിട്ടാൻ മതിയായിരുന്നു അവിടെ കേട്ടാ. എടാ, ഒന്ന് മോർണിംഗ് ആക്കോ പ്ലീസ്, ഒന്ന് മോർണിംഗ് ആക്കോ. രാവിലെ മറ്റേ മാഡ് മാക്സിലെ സാധനം കണ്ടോ? ഷീൽഡ് കണ്ടോ താഴെ? ഇതിന്റെ FPP നോക്കട്ടെ. വണ്ടിയുടെ പേര് നമുക്ക് ഇടിവണ്ടി സാധാരണ ഇല്ലട്ടോ. ഹൈനയും അത്രേ ഉള്ളൂ. ഇനി ഇടിവണ്ടിന്നൊന്നും ഇല്ല, ഹൈനയും കാർണേജും. അതാണ് നമ്മുടെ ഐഡന്റിറ്റി. ഹൈനയും കാർണേജും ബുള്ളറ്റും. ബുള്ളറ്റിന്റെ എലി ബുള്ളറ്റ്. എന്റെ ദൈവമേ, എന്റെ ഇത് പകല് കാണാനോടാ സെക്സി. എലിയല്ല, മൊത്തം നമ്മുടെ മറ്റേ പറഞ്ഞ കാര്യങ്ങൾ സെറ്റ് ചെയ്ത കേട്ടല്ലോ. അതുണ്ടെങ്കിലേ ഉള്ളേ. എടാ, ഇത് പകല് കാണാൻ സെക്സി. ഈ സാധനം കണ്ട ആർമർ മുമ്പിലത്തെ മാഡ് മാക്സിൽ നോക്കണ്ട, നോക്കണ്ട. താഴെ കണ്ട വണ്ടി എന്റെ പൊന്നോ, മുമ്പിലത്തെ ബമ്പൽ താഴെ കണ്ട. അത് ആദ്യം മറ്റേ സത്യം. വാ, ഒന്ന് ഇടിച്ചു നോക്കാം. വാ. ഇതിൽ നമുക്ക് അണ്ണ പിറ്റിയാ സൗണ്ട് കേൾക്കുന്നില്ല. അത് ലൈറ്റ് ബഗ്ഗാണ്, ലൈറ്റിന്റെ ബഗ്ഗല്ല. ഈ വണ്ടിക്ക് ഇതിനാണല്ലോ വെയിറ്റ് കൂടുതല്. ഞാൻ ഓടിക്കാം. എവിടെ ഉണ്ട് വെയിറ്റ് ഇതിനാണോ കൂടുതൽ? ഈ വണ്ടിക്കാണോ? രണ്ടുപേരെ പോലെയാണ്. ചന്ദ്ര എവിടെ ഉണ്ട്? ചന്ദ്ര ചില വണ്ടിയൊക്കെ എടുത്തിട്ട്
കൊള്ളാടാ. ഞാൻ ദാ ഇവിടെ അവിടെ അയ്യോ, തന്നെ അവിടെ എടാ, തന്നെ എന്ത് രസോടെ വണ്ടി ഇത്. നോർമൽ ഇതാ ആർപിക്കകത്ത് കാണാൻ തന്നെ സെർവറിൽ കാണാൻ തന്നെ ഇത്രയും ഭംഗിയാ. എന്ത് രസമായിരിക്കും. കൂട്ടിടിക്കല്ലേ വണ്ടി കത്തും കൂട്ടിടിക്കല്ലേ എടാ, വണ്ടി പിക്ക് ചെയ്യല്ലേ, വണ്ടി പിക്ക് ചെയ്യണം, വണ്ടി പിക്ക് ചെയ്യണം. സിനിമാറ്റിക്സ് കേൾക്കുന്നുണ്ടോ? കാണാൻ വണ്ടി എന്ത് പിക്ക് ചെയ്യണം. രസമായിരിക്കും അല്ലേ? ഫ്രണ്ടിലുള്ള എടാ ഹേലി ഒന്ന് സിനിമനെ എന്നെ ഇവിടെ കേട്ടു. ഹലോ. ആ ഓക്കെ. ഹേലി ഒന്ന് എടുത്ത് ഹേലി ഒന്ന് പൊക്കി ബെല്ലാടെ വണ്ടി ഉണ്ട് അപ്പുറത്ത്. ഹേലിയൊക്കെ ഭയങ്കര ബീസ്റ്റ് ലുക്കടാ. മറ്റേ ഇത് ലൈറ്റ് ഒന്നും രാത്രി വിഷയമാണ് താഴത്തെ സ്റ്റാൻഡൊക്കെ ലൈറ്റ് എത്തും. ആണോ? രാത്രിയാക്കോ ഹെലി ലൈറ്റ് നോക്കാനായിരുന്നു. ഇതെന്താടാ കൊത്തയാ രാത്രിയാക്കാൻ? ഞാൻ വരുമ്പോ രാത്രി ഇത് രാത്രി ഇതാണ് അണ്ണാ മേലത്തെ ഇതില്ലേ അവൻ കറങ്ങുന്ന പിന്നെ അത് ലൈറ്റ് എത്തും. ഗൈസ് നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടെ? ഞാൻ പോൾ ഇടട്ടെ. രാത്രിയാക്കോ എയിനാണോ ഇഷ്ടപ്പെട്ട? ഇതാണോ ബുള്ളറ്റ് ആണോ ഇഷ്ടപ്പെട്ട? കാരണം ഇതാണോ ഇഷ്ടപ്പെട്ടെ? ഏതാ ഇഷ്ടപ്പെട്ടെ? എനിക്ക് ഹൈനെയാ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് ഹൈനെയാ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടെ. ബാക്കിലത്തെ അത് കണ്ടോ സ്റ്റീൽ പാർട്സ്. എനിക്ക് ഹൈനെയാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. ബുള്ളറ്റ് ഇത് തൊടുമ്പോ ഒരു ഫീൽ ഉണ്ടാവും. ഓ സത്യം അവന്റെ പേരിലുള്ള ഹെലി. ഈ ഹെലിക്ക് പേരില്ലാന്ന് ഞാനും പറയല്ലേ. ഹെലിയെ അവൻ മനസ്സിലായ അവനാണ്. ഹെലിയെ അവനാണ് നമ്മളാ സർവവും ബുള്ളറ്റ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായി.